സാറിന്റെ പേര്? എന്റെ പേര് മുഹമ്മദ് കുട്ടി. എത്ര വർഷമായിട്ട് ബിസിനസ് ചെയ്യുന്നു? 20 വർഷമായിട്ട്. ആസ് എ ബിസിനസ്മാൻ ഇപ്പൊ വരാൻ പോകുന്ന പുതിയ ഓണ്ടർപ്രിനേഴ്സിനോട് എന്താണ് സാറിന് പറയാനുള്ളത്? എന്റർപ്രൈസ് പറഞ്ഞാല് വിശ്വാസം, അതാണ് എല്ലാം. ഓക്കെ, നമ്മൾ ക്വാളിറ്റി മാനേജ് ചെയ്യണം. എപ്പോഴും നമ്മൾ ക്വാളിറ്റി മാനേജ് ചെയ്യുന്ന കസ്റ്റമേഴ്സാണ്. കസ്റ്റമേഴ്സ് പറയണം സാറ്റിസ്ഫൈ യുവർ കസ്റ്റമർ ഫസ്റ്റ് ടൈം, എവറി ടൈം, ആൾ ദി ടൈം. അപ്പോൾ നമ്മൾക്ക് നമ്മളെ കസ്റ്റമറോട് നമ്മളെ സാറ്റിസ്ഫൈ എന്ന് പറയാൻ പാടില്ല. പറ്റുമോ? എന്തെങ്കിലും പ്രോഡക്റ്റ് കൊടുത്താൽ സാറ്റിസ്ഫൈ എന്നാണല്ലോ. അപ്പോൾ യു പ്രൊവൈഡ് ദ റൈറ്റ് സർവീസ്, ദ റൈറ്റ് ടൈം, ദ റൈറ്റ് പീപ്പിൾ. ഇതായിരിക്കണം നമ്മളെ പോളിസി. അപ്പോൾ നമ്മളെപ്പോഴും നമ്മളെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം. ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൽ ഇറ്റ് വിൽ ബി വെരി സക്സസ്ഫുൾ. ഒരുപാട് ടെക്നോളജിയും കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് വളർന്നുകൊണ്ടിരിക്കുകയല്ലോ. അപ്പോൾ പല ബിസിനസ്സുകളും, ചില ബിസിനസ്സുകൾ താഴോട്ട് പോകുന്നുണ്ട്, പലരുടെയും ജോലികൾ പോകുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ എന്താണ് സാറിന് പറയുന്നത്? നമ്മൾ ജോലികൾ പോകില്ല. കാരണം ലേറ്റസ്റ്റ് ടെക്നോളജി ഉപയോഗിക്കുമ്പോൾ നമ്മൾ ആ ലേറ്റസ്റ്റ് ടെക്നോളജിക്ക് പറ്റിയ ആളുകളെ റിക്രൂട്ട് ചെയ്യണം. നമ്മൾക്ക് നല്ല സ്റ്റാഫിനെ അവർക്ക് ട്രെയിനിങ് കൊടുക്കാം. ട്രെയിനിങ് കൊടുത്താൽ ആരും എല്ലാവരും എക്സ്പീരിയൻസ് ആയി വരുന്ന ആളുകൾ ആരുമില്ല. അപ്പോൾ അവർക്ക് കൂടുതൽ ട്രെയിനിങ് കൊടുത്താൽ മതി. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഈ അക്കൗണ്ടിങ്സ് ഡിപ്പാർട്ട്മെന്റ്സിൽ നമ്മൾ SAP എന്നുള്ള സിസ്റ്റം ഉണ്ട്. അത് ഉപയോഗിക്കുകയാണെങ്കിൽ അന്ന് വരെ അക്കൗണ്ട്സ് വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് നമുക്ക് SAP എന്നുള്ള സിസ്റ്റം ട്രെയിനിങ് കൊടുത്താൽ മതി. അപ്പോൾ അവർ കാരണം ഒരാൾ എല്ലാവർക്കും ചെയ്യില്ലല്ലോ. അപ്പോൾ ഒരു ചെയർമാൻ, MD ഒക്കെ എല്ലാ ജോലിയും അറിയണമെന്നില്ല. യു പ്രൊവൈഡ് ദ റൈറ്റ് പീപ്പിൾ ടു റൈറ്റ് പ്ലേസ്. നമ്മുടെ നാട്ടിലിപ്പോൾ വളർന്നു വരുന്ന ഓണ്ടർപ്രണേഴ്സിൽ കണ്ടുവരുന്ന എന്തെങ്കിലും ഒരു ബിഗ്ഗസ്റ്റ് മിസ്റ്റേക്സ് എന്തെങ്കിലും സാറിന് തോന്നുന്നു? ബിഗ്ഗസ്റ്റ് മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ചില ആളുകൾ ബിസിനസ് തുടങ്ങുമ്പോൾ നമ്മൾ അതിൻ്റെ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് എസ്റ്റിമേറ്റ് ചെയ്യില്ല. ഇതിൽ തുടങ്ങിയതിന് ശേഷം നമ്മൾ ചിലപ്പോൾ ചില ഐറ്റംസ് കടം കൊടുക്കേണ്ടി വരും. അപ്പോൾ ആ റിട്ടേൺസ് തിരിച്ചു വരാതെ നമ്മൾക്കത് മേക്കപ്പ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നമ്മളൊരു ഓപ്പറേറ്റിംഗ് കോസ്റ്റ് കണക്കിലെടുക്കണം. പിന്നെ നമ്മളെല്ലാം നല്ലൊരു പ്രോജക്ട് റിപ്പോർട്ട് ഉണ്ടാക്കി അത് സ്റ്റഡി ചെയ്തതിന് ശേഷമായിരിക്കും നമ്മൾ രംഗത്ത് ഇറങ്ങേണ്ടത്. എക്സിക്യൂഷൻ പ്ലാനിൽ എന്തെങ്കിലും പ്രശ്നം? എക്സിക്യൂഷൻ പ്ലാനിൽ കുഴപ്പമൊന്നും തോന്നാറില്ല. കാരണം ഇവരുടെ അധികം ആൾക്കാരും ഫെയിലായി പോകുന്നത് കണ്ടിന്യൂസ് ആയിട്ട് ഇത് മൂവ് ചെയ്യാൻ വേണ്ടിയുള്ള സാമ്പത്തിക പ്രശ്നങ്ങളാണ്. അത് അപ്പോൾ അവർക്കത് മേക്കപ്പ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ലോൺ പോകും, ലോണുമായി ഇൻട്രസ്റ്റ് ആയി അതിന് അടക്കാൻ കഴിയില്ല. അപ്പോൾ ഒരു കാരണവസ്ഥയിലും ഞാൻ പറയുന്നത് ലോണിന് പോകാൻ പാടുള്ളതാണ്. നിങ്ങൾ ഒരു പാർട്ട്നേഴ്സിനെ കൂട്ടിയാലും വേണ്ടില്ല, നല്ല പാർട്ട്നേഴ്സിനെ കൂട്ടിയിട്ട് കൂടുതൽ ഫണ്ട് ഉണ്ടാക്കിയിട്ട് ഒന്നിച്ച് ജോലി ചെയ്യാം. നല്ലൊരു ഗൈഡൻസ് അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ബെറ്റർ ആവുമെന്ന് തോന്നുന്നുണ്ടോ? യെസ്, തീർച്ചയായിട്ടും നല്ല ഗൈഡൻസ് കിട്ടിക്കഴിഞ്ഞാൽ ബെറ്റർ ആവും. അപ്പോൾ ഒന്നാമത് നമ്മൾ ചില പ്രോഡക്റ്റ് ഒന്നും ഒരിക്കലും കടം കൊടുക്കാൻ പാടില്ല. ശരി, കടം കൊടുത്താൽ അവരെന്താ പിന്നെ ആ പാർട്ടി നമ്മൾക്ക് ചേർച്ചില്ല. വില കുറച്ചാലും കടം കൊടുക്കരുത്. താങ്ക് യു സാർ.